സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 മാർച്ച് SSLC എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മോഡലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർവനാമ, വിശേഷണ ശബ്ദ, ലഘു സഹായക ക്രിയ പോലെയുള്ള സമാനാർത്ഥി ശബ്ദ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറും സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതിയതെന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാ മക്കളും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബീർബഹുഡി കഥയുടെ ഭാഗത്ത് നിന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സാഹിൽ 5 दिन के बाद कहाँ പഠിനെ ജായേഗ. സാഹിൽ 5ാം ക്ലാസ്സിന് ശേഷം എങ്ങോട്ടേക്കാണ് പഠിക്കാൻ പോകുന്നത്? അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അജ്മീർ മേം, ഫസ്റ്റ് ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ കഥയുടെ ഭാഗത്തെ അടിസ്ഥാനമാക്കി പട്കഥ തയ്യാറാക്കാനാണ്. അപ്പം പട്കഥയുടെ മോഡലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. വളരെ ഈസി ആയിട്ട് അവിടെ കോൺവെർസേഷനിലെ ഡയലോഗുകൾ വരെ ആ ബോക്സിലുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ പട്കഥയുടെ ഭാഗമാണ്. അപ്പോൾ ഇതേ മോഡലിലൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സബ്സെ ബഡ ഷോമാൻ എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. അത് സഹി പ്രസ്താവ് ചുൻകർലിക്ക്, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. മാക്കി ആവാസ് ഫട് ജാനെ സെ ചാർലിക്കോ സ്റ്റേജ് പർ ഗാന പട. അമ്മയുടെ ശബ്ദം ഇടറിപ്പോയതിനാൽ ചാർലിക്ക് സ്റ്റേജിൽ പാടേണ്ടതായി വന്നു. അതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ, സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലോഗോനെ ചോട്ടെ ബച്ചെ ചാർലിക്ക് പ്രശംസ ക്യോങ്കി. ആളുകൾ ആ ചെറിയ കുട്ടിയായ ചാർലിയെ പ്രശംസിച്ചത് എന്തുകൊണ്ടായിരുന്നു നമുക്കറിയാമല്ലേ, അവൻ്റെ കലാപ്രകടനം കണ്ടിട്ടാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിഷ്കളങ്കമായ പാട്ടും അവൻ്റെ സംസാരവും നൃത്തവും ഒക്കെ കണ്ടിട്ട് അവൻ അമ്മയൊക്കെ അനുകരിച്ചില്ലേ. അപ്പോൾ അവൻ്റെ ആ നിഷ്കളങ്കത കണ്ടിട്ടാണ് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. അവൻ നല്ലൊരു കലാകാരനായിരുന്നു. അതുകൊണ്ടാണ് നമുക്കവിടെ ആൻസർ നിങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ചാർലിയുടെ ആദ്യത്തെ സ്റ്റേജ് ഷോയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ചാർലി അന്ന് സ്റ്റേജിൽ കയറി അമ്മ അവസാനമായിട്ടും കയറിയത് അന്ന് ആ ദിവസത്തെ അമ്മയുടെ ഡയറി. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം ആദ്യം റിപ്പോർട്ട് നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാകും? റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവണം, സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ടാവണം, പിന്നെ ആ സംഭവത്തെക്കുറിച്ച് എഴുതുക. ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. അടുത്തത് ഡയറി നോക്കാം. ഡയറിക്ക് നമ്മൾ ദിന്നും താരീഖൊക്കെ എഴുതണം. ആജ്കാ ദിൻ കൈസേ ബൂലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു മോഡലിൽ ചാർലിയുടെ അമ്മയുടെ ഡയറി തയ്യാറാക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അകാല ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതാ വരികളിൽ നിന്നാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ചൂൽഹ ഔർ ചക്കിക്ക് പാസ് കോൺ സോയി. ആട്ടുകല്ലിനും അടുപ്പിനും അരികിൽ ആരാണ് ഉറങ്ങിയിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കാനി കുത്തിയ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 2ാം വരിയിലുണ്ട് ആൻസർ. അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കവി അവർ കവിതാക്ക പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയിലികെ. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാവരികളുടെ ആശയം എഴുതുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇത് അകാൽക്ക സമയക്ക ചിത്രനാണ്. എഴുതിയിരിക്കുന്ന കവി നാഗാർജുനാണ്. അപ്പോൾ നാഗാർജുനെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എന്താണോ ഇതിൽ പറയുന്നതെന്ന് എഴുതിക്കൊണ്ട് ഇതിൻ്റെ ആശയം എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അയാം കലാം കെ ബഹാനെ ഫിൽമി ലേഖിൻ്റെ ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന അതേ മോഡലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇവിടെ സഹി വികൽപ്പ് ചുൻകർ ലിഖിൻ, ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെക്കൻഡ് ഓപ്ഷനാണ്. വഹ് പ്ലസ് കീ ആണ് ഉസ്കി എന്ന് പറയുന്നത്. അതാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഗാവ് കെ അർത്ഥമേ പ്രയുക്ത ശബ്ദ കോൺസാ ഹെ. ഗാവ്, ഗ്രാമം എന്നർത്ഥം വരുന്ന മറ്റൊരു വാക്ക് നിങ്ങളുടെ ഈ പാരഗ്രാഫിലുണ്ട്. അത് 3rd ഓപ്ഷൻ ദേഹാത്ത് എന്ന് പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സഹി മിലാൻ കരെ, മാച്ച് ദി ഫോളോയിങ് ആണ്. ചേരുംപടി ചേർക്കുക. ചോട്ടൂനെ സ്വയം ഹി, അതിന് ചേരുന്നത് ഏതാണ്? അപ്നാ നാം കലാം രഖ് ദിയ, 3ാമത്തേതാണ്. രൺവിജയിനെ ഭാഷൺ മേം, രൺവിജയിന് പ്രസംഗത്തിൽ എന്ത് കിട്ടി? പ്രഥം പുരസ്കാർ പായ, 4ാമത്തേതാണ് ശരി. ദുകാൻ വാലെ ബാട്ടീസാനെ, കടക്കാരനായ ബാട്ടീസ എന്ത് ചെയ്തു? കലാം കി കലാകാരിക്കോ പ്രശംസാക്കി, ഫസ്റ്റ് ഓപ്ഷൻ. വിദേശി ടൂറിസ്റ്റ് ലൂസി മാഡം,
വിദേശി ടൂറിസ്റ്റായ ലൂസി മാഡം. സെക്കൻഡ്, കലാം കോ ദില്ലി ലേ ജാനെ കോ വാദാ കിയ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് ഉടനെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടിയെന്ന് 2 വീഡിയോയും കണ്ട ശേഷം എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക.